പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നത് വിശദീകരിക്കുന്ന ക്ലാസുകൾ ഇതിനകം നാം ചെയ്തു കഴിഞ്ഞു. ഇനി അതിലെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ്, അവസാന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് ബാക്കി അതിലെ അവസാന പാഠം, വർക്ക്ഷീറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസാനത്തെ പാഠം 2ാമത്തെ യൂണിറ്റിലെ തിരങ്ക ജണ്ട എന്ന പാഠത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. തിരങ്ക ജണ്ട എന്ന ഈ പാഠഭാഗം നമുക്ക് വിക്ടേഴ്സിൽ ക്ലാസ് വന്നിട്ടില്ല. തിരങ്ക ജണ്ട എന്ന ഈ പാഠത്തിൻ്റെ ക്ലാസ് നമുക്ക് വിക്ടേഴ്സിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഗുൽസാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ തിരങ്ക ജണ്ടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ധനക് കോ മുനാസിബ് രംഗ് ഭരിയെ എന്നതാണ് 1ാമത്തെ പ്രവർത്തനം. മഴവില്ലിന് അനുയോജ്യമായ നിറം നൽകൂ. ഇത് നമ്മുടെ ഗുൽസാറിൻ്റെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് അതിൻ്റെ ക്രമം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ധനക്കില് 7 നിറങ്ങളാണ് ഉള്ളത്. അത് ഇവിടെ നൽകിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഉറുദുവില് ബേഗിനി, ഊഥ, നീല, ഹര, പീല, നാരങ്ങി, ലാൽ. ഇതിൻ്റെ ശരിയായ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ലാലാണ്. മുകളിലുള്ള നിറം വരുന്നത് ലാലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട നിറം ചുവപ്പ് നിറമാണ്. ലാൽ രംഗ് നിറത്തിലുള്ള ഒരു നിറം ഇവിടെ കൊടുക്കുക ഏറ്റവും ടോപ്പിൽ. അത് കഴിഞ്ഞിട്ട് നാരങ്ങി എന്നുള്ളത് ഓറഞ്ച് നിറം 2ാമത്തേതിലും, 3ാമത്തേതിൽ യെല്ലോ, 4ാമത്തേതിൽ ഗ്രീന്, പിന്നെ ബ്ലൂ, പിന്നെ ഇൻഡിഗോ, പിന്നെ വയലറ്റ്. ഈ രീതിയിലാണ് നിങ്ങൾ മഴവില്ലിന് നിറം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഊപ്പർക്ക രംഗ് ലാല് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളത് അങ്ങനെ 7 നിറങ്ങൾ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ധനക്ക് കാണാൻ സാധിക്കും. ഇതിന് ശേഷം ഇവിടെയുള്ള പ്രവർത്തനം പഹലാ രംഗ്, ആസ്മാൻ, ബാരിഷ്, ഖൂബ്സൂരത്ത്, സാത്ത് എന്നിങ്ങനെ കുറച്ച് ഇഷാരകൾ കൊടുത്തിട്ടുണ്ട്. ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബാരിഷ്, ധനക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് സെന്റൻസ് എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്രവർത്തനം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, പഹല രംഗ് അഥവാ ആദ്യത്തെ നിറം. പഹല രംഗ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ നിറം എന്നാണ് അർത്ഥം. 1ാമത്തെ നിറം. 1ാമത്തെ നിറം കഴിഞ്ഞിട്ട് അടുത്തത് ആസ്മാൻ എന്നതാണ്. അടുത്തത് ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ഖൂബ്സൂരത്ത് ഭംഗി. സാത്ത് എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഇനി അതുമായി നമുക്ക് ചേർക്കാൻ പറ്റാവുന്ന കുറച്ച് സെൻറ്റൻസിൻ്റെ ചില ഭാഗങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക്ഷീറ്റിലില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് സഹായകമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിവിടെ കൊടുത്തതാണ്. മേൻ ധനക് ആത്തി ഹെ. ഈ വരി ഇവിടെ ഉണ്ട്. ബാരിഷ് മേൻ ധനക് ആത്തി ഹെ. ബാരിഷിൻ്റെ സമയത്താണ് ധനക്ക് കാണുക എന്നുള്ളതാണ്. അപ്പോൾ 1ാമത്തേത് ബാരിഷ് എന്നത് ഇവിടേക്ക് കൊടുക്കുകയാണ്. ബാരിഷ് ഇവിടേക്ക് കൊടുത്താൽ ബാരിഷ് മേ ധനക് ആത്തി ഹെ എന്ന സെൻറ്റൻസ് ഇവിടെ കിട്ടും. ബാരിഷിലെ മഴ പെയ്താൽ ധനക്ക് എവിടെ കാണാം? നമുക്ക് ഡാഷ് മേം ധനക് ദേഖ് സക്താ ഹെ. ഡാഷില് നമുക്ക് ബാരിഷ് കാണാൻ സാധിക്കും. മഴ പെയ്യുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ ആ വെള്ളത്തിലൂടെയാണ് നമുക്ക് ധനക്ക് കാണാൻ സാധിക്കുക, അല്ലേ? അപ്പോൾ ആസ്മാൻ മേ ധനക്ക് ദേഖ് സക്താ ഹെ. ആകാശത്തിൽ നമുക്ക് ധനക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ധനക്ക് മേൻ ഡാഷ് രംഗ് ഹെ. ധനക്കിൽ, മഴവില്ലിൽ ഇത്ര നിറങ്ങളുണ്ട്. എത്ര നിറങ്ങളുണ്ട്? എല്ലാവർക്കും അറിയാം, 7 രംഗാണെന്ന്, അല്ലേ? ധനക്ക് മേ 7 രംഗ് ഹെ. ഡാഷ് രംഗ് ലാൽ ഹെ. 7 നിറങ്ങളുണ്ടെന്ന് പറഞ്ഞു. 7 നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 7 നിറങ്ങളിൽ ഡാഷ്
लाल है, पहला रंग लाल है, पहला रंग लाल है. ഒന്നാമത്തെ നിറം ഏതാകുന്നു? ലാലാകുന്നു. കറക്റ്റാണല്ലോ. ഒന്നാമത്തെ നിറം ലാലാണ്. ഇനി അടുത്ത് ധനക്ക് ബഹുത്ത് ഡാഷ്. ഇനി ബാക്കിയുള്ളത് ഖൂബ്സൂരത്താണ്, അതിവിടെ കൊടുക്കാം. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഇശാരകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സെൻറ്റൻസുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. ബാരിഷ് മേ ധനക്ക് ആത്തി ഹെ, ആസ്മാൻ മേ ധനക്ക് ദേഖ് സക്താ ഹെ, ധനക് മേ സാത്ത് രംഗ് ഹെ, പഹല രംഗ് ലാൽ ഹെ, ധനക് ബഹുത്ത് ഖൂബ്സൂരത്ത് ഹെ. എല്ലാവരും എഴുതിയോ? എല്ലാവരും നല്ല രീതിയിൽ ഇത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഈ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ നിറം കൊടുക്കുക, ഇവിടെ എഴുതാനുള്ള എഴുതുക. നിറം കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ ലാൽ എഴുതണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ പഹല രംഗ് ഊപ്പർക്ക രംഗ് ബേഗിനി എന്നതാണ്. അത് ശരിയല്ല, ശരിയായത് ലാൽ എന്നാണ്. അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രവർത്തനം നോക്കാം. തിരങ്ക ജണ്ടയിലെ അടുത്ത പ്രവർത്തനം തിരങ്ക ജണ്ട ഹെ ഇസ്കോ രംഗ് ഭരിയെ എന്നതാണ്. ഈ കൊടിക്ക്, ഈ പതാകക്ക്, ഇത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയാണ് അല്ലേ? ദേശീയ പതാകയിൽ ഇവിടെ കുങ്കുമ നിറം കൊടുക്കണം. ഇവിടെ നിങ്ങൾ നിറം കൊടുക്കണ്ട. ഇവിടെ എന്ത് കൊടുക്കുക? പച്ച നിറം കൊടുത്താൽ മനോഹരമായ ഇന്ത്യയുടെ കൊടി നമുക്ക് കിട്ടും അല്ലേ? ഇനി ഇവിടെയുള്ള നിറം ഏതാ? നീലയാണ് അല്ലേ? അശോക ചക്രത്തിൻ്റെ നിറം നീലയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഇശാരകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഇശാരകൾ. ഈ ഇശാര ഉപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്യണം? സെൻറ്റൻസ് എഴുതണം. ഈ സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതൂലേ? എഴുതാവുന്നതാണ്. നമ്മളെ പാഠം തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇവിടെയുള്ള ഇശാരകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വർഷീറ്റിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് യേ ഹമാര ഖൗമി ജണ്ട ഹെ അത് അവിടെ എഴുതാം. ഇത് നമ്മുടെ ദേശീയ പതാകയാണ്. ഇസ്മേ തീൻ രംഗ് ഹെ, ഇതിൽ 3 നിറങ്ങളുണ്ട്. ഇസ്ലിയെ ഇസ്കോ തിരങ്ക ജണ്ട കഹത്തെ ഹെ, അതുകൊണ്ടാണ് അതിനെ ത്രിവർണ പതാക എന്ന് പറയുന്നത്. 3 നിറങ്ങളുള്ളത് കൊണ്ടാണ് ഇതിനെ ത്രിവർണ പതാക എന്ന് പറയുന്നത്. ഊപ്പർ ജാഫറാനി രംഗ് ഹെ, മുകളിൽ കുങ്കുമ നിറമാണ്. ബീച്ച് മേ സഫേദ്, നടുവിൽ വെള്ളയും. നീച്ചെ ഹര രംഗ് ഹെ, താഴെ പച്ച നിറവുമാണ്. സഫേദ് രംഗ് കെ ബീച്ച് മേ അശോക് ചക്ര ഹെ, സഫേദ് രംഗിന്റെ ബീച്ചിൽ പിന്നെ നടുവിൽ എന്താണ്? അശോക ചക്രമാണ്. അശോക ചക്രത്തിന്റെ നിറം നീലയാണ്. അത്രയാണ് ഇവിടെ സെന്റൻസ്. ഈ സെന്റൻസുകൾ മുഴുവൻ നിങ്ങൾക്ക് ഇതിന് തൊട്ടു മുകളിലുള്ള ഈ പ്രവർത്തനത്തിൽ ഇവിടെ എഴുതാവുന്നതാണ്. റെഡിയല്ലേ? സിമ്പിളാണ്. ഇനി അതിന് ശേഷം ഇവിടെ നമ്മോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഖൗമി ജണ്ടേ മേ കിത്തിനെ രംഗ് ഹെ, ഖൗമി ജണ്ടേ മേ കിത്തിനെ രംഗ് ഹെ എന്നതാണ് ചോദ്യം. ഇവിടെ രംഗ് ഹെ എന്നതിൻ്റെ അവിടെ 3 നിറങ്ങളാണ് ഉള്ളത്. ഉത്തരം തീൻ എന്നതാണ്. അപ്പോൾ ഖൗമി ജണ്ടേ മേ കിത്തിനെ എന്നതിന് പകരം തീൻ എഴുതുക, ബാക്കി ഇതുപോലെ എഴുതുക. ഖൗമി ജണ്ടേ മേ തീൻ രംഗ് ഹൈ. അടുത്ത ചോദ്യം, ഖൗമി ജണ്ടേക്ക ഊപ്പർക്ക രംഗ് കോൺസാ ഹെ. അപ്പോൾ ഈ കോൺസ എന്നുള്ളതിന് പകരം മുകളിലുള്ള നിറം ഏതാണ്? മുകളിലുള്ള നിറം ജാഫറാനിയാണ്. അപ്പോൾ ഈ ജാഫറാനി എന്നത് ഈ കോൺസ എന്ന് വരുന്ന ഈ ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ ജാഫറാനി എഴുതുക. അപ്പം എങ്ങനെ എഴുതും? ഖൗമി ജണ്ടേക്ക് ഊപ്പർക്ക രംഗ് ജാഫറാനി ഹെ എന്നാണ് രണ്ടാമത്തെ ഉത്തരമായി എഴുതേണ്ടത്. മൂന്നാമത്തേത് ഖൗമി ജണ്ടേക്ക് ബീച്ച് മേ ക്യാ ഹെ, ഖൗമി ജണ്ടയിലെ നടുവിലുള്ള നിറം ഏതാണ് എന്നുള്ളതാണ്. ബീച്ച് മേ നമ്മളെന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ബീച്ച് മേ സഫേദ് അല്ലേ? സഫേദ് കണ്ടില്ലേ? സഫേദ്. അപ്പൊ ക്യാ എന്നുള്ളതിന് പകരം ഖൗമി ജണ്ടേക്ക് ബീച്ച് മേ സഫേദ് ഹെ. റെഡി അല്ലേ? ക്യാ എന്നുള്ളതിന് പകരം സഫേദ് എന്ന് കൊടുക്കുക. ഞാൻ ഈ മാർക്ക് ചെയ്ത സഫേദ് ഇവിടെ ക്യാ എന്നുള്ള ഈ സ്ഥലത്ത് ക്യാ എന്ന് എഴുതണ്ട, അതിന് പകരം സഫേദ് എന്ന് എഴുതാം. നാലാമത്തേത് അശോക് ചക്രക്ക രംഗ് ക്യാ ഹെ, അത് അവസാനത്തെ വരിയാണ്. അശോക് ചക്രക്ക രംഗ് നീലാ ഹെ, ഇത് ഇതേപോലെ എഴുതാം. അശോക് ചക്രക്ക രംഗ് നീലാ ഹെ എന്ന് അതുപോലെ എഴുതാം.
കൗമി ജണ്ടേക്കോ തിരങ്ക ജണ്ട ക്യോ കഹത്തെ ഹെ. ഇവിടെ കുറേ എഴുതാണ്ട്, അതുകൊണ്ടാണ് കുറേ ഉള്ളത് അല്ലേ. 2 വരി ഇവിടെ മുഴുവനായിട്ടിട്ട്. അപ്പോൾ ഉത്തരം കുറച്ച് എഴുതാണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്താൽ, എന്തുകൊണ്ടാണ് ത്രിവർണ പതാക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വരി മുഴുവനായിട്ട് എഴുതാം. इसमें 3 रंग है इसलिए इसको तिरंगा झंडा कहते हैं. इसमें 3 रंग है इसलिए इसको तिरंगा झंडा कहते हैं. ഇതോടുകൂടി നമ്മുടെ വഴികാട്ടി വർഷീറ്റ് അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഴികാട്ടി സഹായകമായി നൽകിയ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമെല്ലാം നിങ്ങൾ അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, നമ്മൾ നിർത്തുകയാണ്. എല്ലാവർക്കും ശുക്രിയ. ഖുദാ ഹഫീസ്.